ഫ്രണ്ട്സ്, ജോയ്സ് ഖാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് കുറച്ച് മഞ്ഞളും ചേമ്പൊക്കെ കഴിഞ്ഞ ആഴ്ച പറിച്ചല്ല, അപ്പോൾ അത് നടാനായിട്ട് പോയാണ് കേട്ടോ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ രണ്ടാഴ്ചയായിട്ട് മുമ്പ് പറിച്ചിട്ട മഞ്ഞളാണ് കേട്ടോ ഇത്. തുണ നമ്മളിപ്പോൾ പൊടിപ്പിക്കല്ല, നമുക്ക് ആവശ്യത്തിന് പൊടിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാം നടാൻ പോയി കേട്ടോ. നടേണ്ട സമയമൊക്കെ കഴിഞ്ഞ് മഴക്കുമ്പൊക്കെ നടേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പം മഴയൊക്കെ ഇവിടെ നല്ലോണം പെയ്തിട്ടോ. ഒരു 3 മഴ പെയ്ത് ഇന്ന് ഞായറാഴ്ചയാണ്. പള്ളിയിലൊക്കെ പോയി വന്നപ്പോൾ ഇത്തിരി വൈകി പോയി, ഉച്ചയായി. എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെ കുറച്ച് നടാനായിട്ട് പോയാണ്. ഇതാണ് കേട്ടോ നമ്മൾ എടുത്തേക്കണ മഞ്ഞൾ നടാനായിട്ട് എടുത്തേക്കണ വാരം ഇതാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഇപ്പം നല്ല വളക്കൂറുകളുള്ള മണ്ണാണ്. കരിയിലൊക്കെ എപ്പോഴും കത്തിക്കും. ധാരാളം ചാരമൊക്കെ ഇവിടെ ഇന്ന മണ്ണിൽ പെട്ടിട്ടുണ്ട്. അപ്പം നമ്മളിന്നിപ്പോൾ ഇവിടെ വീട്ടുകാർക്ക് ആവശ്യത്തിനൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ കുറച്ച് ചവറുകളാണ്, ഇഷ്ടംമാര് ചവറുണ്ട് ഇവിടെ. പ്ലാവും മാവും ഒക്കെ. അപ്പോൾ ചവറാണ് നമ്മൾ ഇഷ്ടംമാരെ കൊടുക്കണം. ചവറ് നമ്മൾ ധാരാളം കൊടുക്കുന്നുണ്ട്. നമുക്ക് കാച്ചിലും കണ്ടിച്ചേമ്പൊക്കെ ഇഷ്ടംമാരെ പറിക്കാൻ കിടക്കുന്നുണ്ട്. പറിക്കാനൊന്നും നേരെ കിട്ടാറില്ല. ഇന്നിപ്പോൾ നമ്മൾ ഇത്ര നടണോളൂ കേട്ടോ. കുറേ നടാനുണ്ട്. ഇന്നിപ്പോൾ കുറച്ച് നടണോളൂ. നമ്മളെ പള്ളിയിലൊക്കെ പോയി അപ്പോൾ നേരമൊക്കെ പോയേ കുറച്ച് മഞ്ഞളിപ്പോൾ അങ്ങനെ നടാൻ പോയി. ഈ നടണം ഒരു 2 വാരം എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ആണ് ഈ ചെയ്യണത്. എല്ലാവരും കാണാം. കഴിഞ്ഞ തീരെ ചെറിയ വിത്തുകളൊക്കെ ആയിരുന്നു കേട്ടോ നമുക്ക്. പക്ഷെ ഇന്നിടാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള വിത്തൊക്കെ നമുക്ക് കിട്ടിയേക്കണത്.
നമ്മളിപ്പോൾ 2 വാരം മഞ്ഞൾ നട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഇനിയും നടാനുണ്ട്, ഇനി ഒരു 4 വാരത്തോളം നടാനുണ്ട്. ആ മഞ്ഞൾ ഇത്രയും വിത്തകളൊക്കെ നട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് മണ്ണിട്ട് മൂടിയിരുന്നു. സാധാരണ ഈ വളവും പിന്നെ ചാണകപ്പൊടിയും ചാരവും കവറും അങ്ങനെയൊക്കെയാണ് ഇടണത്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യണില്ല. കാരണം ഇവിടെ എപ്പോഴും നമ്മളെ കരിക്കലും എടുക്കലൊക്കെയാണ്. അപ്പം ഇപ്പന്മാർ ചാരമൊക്കെ ഉള്ള മണ്ണാണ് കേട്ടോ. പിന്നിപ്പോൾ നമ്മളിപ്പോൾ മഞ്ഞൾ നട്ട് കഴിഞ്ഞ് ഇതിൻ്റെ മുകളിൽ ആ വാരത്തിൻ്റെ മുകളിൽ ഇത്തിരി ചാമ്പർ ഇട്ടതാണ്. കാരണം ഈ ചൂട് വരുമ്പോൾ ഭയങ്കര പൊള്ളണ മണലാണ്. അപ്പോൾ ചൂട് വരുമ്പോൾ അത് ചൂടടിക്കാതിരിക്കാണ്ട ഇതിൻ്റെ അടിയിൽ മഞ്ഞളുണ്ടാവും. മുളച്ച് വരുമ്പോൾ ഒരു വാള് വിട്ട് അത് മാറിക്കോളും. നമ്മൾ 2 വാരം മഞ്ഞൾ നട്ട് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നടാനുണ്ട്, ഒരു 3-4 വാരം കൂടെ നടാനുണ്ട്. അപ്പോൾ ആ 2 വാരം നട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ചവറാക്കിയിട്ട് ഇപ്പം മഞ്ഞൾ മുളച്ച് വരുമ്പോൾ ആ ചവറും കൂടെ ദ്രവിച്ചത് വളവിട്ട് മാറിക്കോളൂ കേട്ടോ. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു.